ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പൈസയാണ്. ബഡ്ജറ്റിൽ 100 രൂപ പോലും വയ്ക്കാത്ത പൈസയാണ് ബാലവാല കൊടുത്തത്. അപ്പോൾ ബാലവാല പറഞ്ഞു നമുക്കൊരു ബസ് സ്റ്റാൻഡ് പണിയണം, വളരെ മോശമാണ്, നമുക്കത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കി പണിയെന്നൊക്കെ ഉണ്ട്, അതൊന്നും നൽകി സ്ഥിരമായൊരു ബസ് സ്റ്റാൻഡ് വേണം, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ബാലവാല പറഞ്ഞു ഞാനൊരു 10-12 കോടി രൂപ തരാം. അങ്ങനെയാണ് ഞാൻ വിനോദിന് പറഞ്ഞു ബാലവാലിനെ ഒന്ന് കണ്ടോ, സംഗതി ചിലപ്പോൾ വെക്കും. കാരണം ബാലഗോപാലിന് ഇവിടെ ഒരു കെട്ടിടം പണിയൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാൽ വിനോദിന് പറഞ്ഞു വിനോദ ധനകാര്യമന്ത്രി ഒന്ന് കണ്ടേരെ, പൈസ തരാൻ എന്നോട് സൂചനയുണ്ട്, ചോദിച്ചങ്ങ് പിടിച്ച ഒരൊറ്റ പിടിയങ്ങ് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബാലവാല ഒന്നും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ബാലവാല 12 കോടി പറഞ്ഞു. പിന്നെ വരച്ചു വന്നപ്പോൾ ഈ 1-ാം ഘട്ടം തീർക്കാൻ 13 കോടി വേണമെന്ന് പറഞ്ഞു. അത് ബാലവാല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ നിവൃത്തിയുള്ളൂ, കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതെയാണ് വിനോദിന് ബാലഗോപാൽ 13 കോടി രൂപ കൊടുത്തത്. വയറ്റിലെ സ്ഥലം എടുക്കും, ഇത് ഭയങ്കര വിലയുള്ള സ്ഥലമല്ലേ, ഇത് കൊടുക്കില്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിച്ചു. അപ്പോൾ MLA ആകെ അസ്വസ്ഥനായി, വിഷമത്തിൽ ഇത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം എന്താ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതങ്ങ് പോവുകയും ചെയ്തേനെ, ഇവിടെ ബസ് സ്റ്റാൻഡ് വരികയില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി അങ്ങ് അവസാനിച്ചു, പൈസയൊന്നും കിട്ടിയില്ല, ബസ് സ്റ്റാൻഡ് ഇല്ലാതെ. ഇപ്പോൾ ഇത് കയ്യിലിരുന്നത് കൊണ്ടാണ് ശ്രീ ബാലഗോപാൽ വന്നപ്പോൾ നമുക്ക് 13 കോടി രൂപ വാങ്ങിക്കാൻ പറ്റിയത്. ബാലഗോപാൽ എൻ്റെ അടുത്ത് 3 ബസ് സ്റ്റേഷനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ പേഴ്സണലി നാട്ടുകാരാണ്, ഒരുമിച്ച് അടുത്തടുത്ത മണ്ഡലക്കാരാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പേഴ്സണലായിട്ട് ഒരു ദിവസം പറഞ്ഞു നമുക്ക് കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ മണ്ഡലം, പിന്നെ കൊല്ലം, എറണാകുളം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വിനോദിൻ്റെ ഒരു ഭാഗ്യമുണ്ട്, ഇത് ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പൈസയാണ്. ബഡ്ജറ്റിൽ 100 രൂപ പോലും വയ്ക്കാത്ത പൈസയാണ് ബാലവാല കൊടുത്തത്. അപ്പോൾ ബാലവാല പറഞ്ഞു നമുക്കൊരു ബസ് സ്റ്റാൻഡ് പണിയണം, വളരെ മോശമാണ്, നമുക്കത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കി പണിയെന്നൊക്കെ ഉണ്ട്, അതൊന്നും നൽകി സ്ഥിരമായൊരു ബസ് സ്റ്റാൻഡ് വേണം, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ബാലവാല പറഞ്ഞു ഞാനൊരു 10-12 കോടി രൂപ തരാം. അങ്ങനെയാണ് ഞാൻ വിനോദിന് പറഞ്ഞു ബാലവാലിനെ ഒന്ന് കണ്ടോ, സംഗതി ചിലപ്പോൾ വെക്കും. കാരണം ബാലഗോപാലിന് ഇവിടെ ഒരു കെട്ടിടം പണിയൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാൽ വിനോദിന് പറഞ്ഞു വിനോദ ധനകാര്യമന്ത്രി ഒന്ന് കണ്ടേരെ, പൈസ തരാൻ എന്നോട് സൂചനയുണ്ട്, ചോദിച്ചങ്ങ് പിടിച്ച ഒരൊറ്റ പിടിയങ്ങ് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബാലവാല ഒന്നും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ബാലവാല 12 കോടി പറഞ്ഞു. പിന്നെ വരച്ചു വന്നപ്പോൾ ഈ 1-ാം ഘട്ടം തീർക്കാൻ 13 കോടി വേണമെന്ന് പറഞ്ഞു. അത് ബാലവാല എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ നിവൃത്തിയുള്ളൂ, കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതെയാണ് വിനോദിന് ബാലഗോപാൽ 13 കോടി രൂപ കൊടുത്തത്. കാരണം 100 രൂപയെങ്കിലും ടോക്കൺ പ്രൊവിഷൻ വയ്ക്കണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം എല്ലാം പണി KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ പണിയുന്ന കാലഘട്ടം ഇതാണ്. ഈ ഞാൻ മന്ത്രിയായി വന്ന ഈ 2 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡ്. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ്, കുഴൽനാടൻ എന്നും കരഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ തീരൂല, അത് പണി പൂർത്തിയാക്കി. ബുധനാഴ്ച അത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പണി തീരാതെ കിടന്ന പണി പറഞ്ഞ സമയത്ത് ഞാൻ കുഴൽനാടൻ പറഞ്ഞു 20-ാം തീയതി, ഇന്ന മാസം 20-ാം തീയതിക്ക് ടെൻഡർ വിളിച്ചിരിക്കും. എനിക്ക് പറഞ്ഞ MLA ഫണ്ട് ഞാൻ കുറച്ചുകൂടെ ഫണ്ട് തരുമെന്ന് പറഞ്ഞു. കറക്റ്റ് 20-ാം തീയതി 19-ാം തീയതി ടെൻഡർ വിളിച്ചു കൊടുത്തു. PWD ആണ് എല്ലാവർക്കും ചെയ്യുന്നത്. ഞാനും റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് KSRTCയുടെ മുഴുവൻ വർക്കുകളും PWD കൈമാറി. കാരണം വെച്ചാൽ MLA മാർക്ക് PWD വർക്കുകൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്.